ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ആമേൻ. എവിടെയാണ് നാം സുരക്ഷിതരായി ജീവിക്കുന്നത്? ഈ ലോകത്തിൽ ഒരു വശം നോക്കുമ്പോൾ പുരോഗതി മാത്രം നടക്കുന്നു, മറുവശം ഒട്ടും സുരക്ഷിതമല്ലാത്ത അവസ്ഥയും. നാം ഇതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? നമുക്ക് പുരോഗതി ആവശ്യമാണ്, അതോടൊപ്പം സുരക്ഷിതത്വം ആവശ്യമാണ്. ഇതെങ്ങനെ നമുക്ക് ലഭ്യമാകും? സ്നേഹം, കരുണ, ക്ഷമ എന്നീ മഹത്തരമായ അവസ്ഥയിലൂടെയാണ് നാം ഇവയെ സ്വായത്തമാക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ദൈവപുത്രനായ യേശു ക്രിസ്തു നാം പാപികൾ ആയിരുന്നിട്ടും നമ്മെ സ്നേഹിച്ചു. കുറവ് ഉണ്ടായിരുന്നിട്ടും തമ്പുരാന് നമ്മോട് കരുണ തോന്നി. ദൈവം നമ്മോട് ക്ഷമിച്ചു. നമ്മോട് ക്ഷമിക്കുവാൻ നമ്മുടെ പ്രവൃത്തി കാരണമല്ല. മാംസളമായ ഹൃദയത്തിനുടമയായ ദൈവപുത്രൻ പാപികളായ നമ്മോട് ക്ഷമിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാം, സ്നേഹിക്കാം, അവരോട് കരുണ കാണിക്കാം. നാം ആർക്കും നന്മ ചെയ്താലും ആരിൽ നിന്നും പ്രതിഫലം ആഗ്രഹിക്കാതെ പകരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യേശുനാഥനിൽ കൂടെയുള്ള ഉയർച്ച നമുക്ക് കണ്ട് സന്തോഷിക്കുകയും ചെയ്യാം. എപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കാം. അതുപോലെ പൂർണ്ണ മനസ്സോടെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കാനും ശ്രമിക്കാം. ഇത് എവിടെയാണ് നാം ആരംഭിക്കേണ്ടത്? അവരവരുടെ ഭവനത്തിൽ അപ്പനോടും അമ്മയോടും സഹോദരനോടും സഹോദരിയോടും യേശുനാഥൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃക പിൻപറ്റിയാൽ സാത്താന് ഇടം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് സ്വർഗരാജ്യം പണിയാം, ഹൃദയശുദ്ധിയോടെ ജീവിക്കാം. അഹങ്കാരമോ അസൂയയോ മോഷണമോ ക്രൂരതയോ തിന്മയായതൊന്നും കടന്നു വരാതെ നമുക്ക് ദൈവ സംരക്ഷണത്തിൽ ലോകത്തിൻ്റെ പുരോഗതിക്കൊപ്പം സുരക്ഷിതമായി ജീവിക്കാം. പരസ്പരം താങ്ങായി തണലായി വചനം ശ്രവിക്കുകയും നല്ല ഗുണമുള്ള ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ഈ സത്യം അറിഞ്ഞുകൂടാത്ത മക്കൾക്ക് ധൈര്യത്തോടെ അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വാസ്തവമായ സമാധാനം, സന്തോഷം, സുരക്ഷിതത്വം, ഉയർച്ച എന്നിവ ലഭ്യമാകുന്നത്. ഈ ചിന്തയിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.